നമസ്കാരം. കാൽ നൂറ്റാണ്ട് നീണ്ട ബാഷർ അൽ അസദിന്റെ ഭരണത്തിന് സിറിയയിൽ ഇപ്പോൾ അന്ത്യം വരുത്തിയിരിക്കുകയാണ്. സിറിയയിൽ വിമതർ തലസ്ഥാനം പിടിച്ചടക്കുന്നു. തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചടക്കി സിറിയ സ്വതന്ത്രമായിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം അവർ നടത്തുന്നുണ്ട്. സിറിയയുടെ പ്രധാനമന്ത്രിയായ മുഹമ്മദ് ഖാസി ജലീലിയും അധികാരം അവർക്ക് കൈമാറാൻ തയ്യാറാണ്, എന്നാൽ താൻ രാജ്യം വിട്ടു പോയിട്ടില്ല എന്നൊരു പ്രസ്താവനയും ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2018 ശേഷം ഇതുവരെയും സിറിയയിലെ വിമതർക്ക് തലസ്ഥാന നഗരം കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളായ അലപ്പോയും ഹാമയും ഡാരയും ഒക്കെ പിടിച്ചടക്കിയതിന് ശേഷം ഡമാസ്കസും വിമതർക്ക് മുന്നിൽ വീണിരിക്കുകയാണ്. സിറിയൻ ഭരണകൂടം നിലം പതിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ആശാവഹമായ കാര്യങ്ങളല്ല സിറിയയിൽ നടക്കുന്നത്. അവിടെ ഒരു വിപ്ലവമൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. അൽ ഖ്വയ്ദ എന്ന ഒരു ആഗോള ഭീകര സംഘടനയെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെയില്ല. ഒസാമ ബിൻ ലാദൻ്റെ നേതൃത്വത്തിലുള്ള അൽ ഖ്വയ്ദയാണ് ഒരുപക്ഷെ അമേരിക്ക അടക്കമുള്ള ലോകത്തിലെ വൻകിട ശക്തികളെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് ആദ്യം പഠിപ്പിച്ചത്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അമേരിക്കയുടെ 2 പാസഞ്ചർ ഫ്ലൈറ്റുകളെ മിസൈലുകളാക്കി മാറ്റി അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇടിച്ച് തകർത്തെറിഞ്ഞ് ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ ആ ഭീകരാക്രമണമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. പക്ഷേ അൽ ഖ്വയ്ദയെ ഏതാണ്ട് അമേരിക്ക അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നിന്നും ഒസാമ ബിൻ ലാദൻ എന്ന അൽ ഖ്വയ്ദയുടെ തലവൻ പിടിയിലാകുന്നതോടുകൂടി ആ സംഘടനയ്ക്ക് ഏതാണ്ട് അന്ത്യം വന്ന് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അൽ ഖ്വയ്ദ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി ചെറിയ ചെറിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇങ്ങനെ അൽ ഖ്വയ്ദയിൽ നിന്നും രൂപം കൊണ്ടു എന്നറിയപ്പെടുന്ന ഒരു ഭീകര വിഭാഗമാണ്, ഒരു HTS എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സിറിയയിൽ ഈ തരത്തിൽ ആഭ്യന്തര യുദ്ധം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലായി ഈ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമായിരുന്നു. സിറിയയിലെ ഔദ്യോഗിക സൈന്യത്തിനും അവിടുത്തെ ഭരണകൂടത്തിനുമൊന്നും പ്രതിരോധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കനത്ത ആക്രമണമാണ് വിമതർ അഴിച്ചുവിട്ടത്. ഇപ്പോഴിതാ അവർ രാജ്യത്തിൻ്റെ ഭരണം പിടിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ടായത്, ബാഷർ അൽ അസദ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ബാഷർ അൽ അസദ് ഡമാസ്കസിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിമാനമായ സിറിയൻ എയർ IL-76 എന്ന ഒരു വിമാനത്തിൽ രാജ്യം വിട്ടു എന്ന വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ വിമാനം ലെബനീസ് എയർസ്പേസിന് മുകളിൽ വെച്ച് വിമതർ വെടിവെച്ചു വീഴ്ത്തി എന്ന ഒരു വാർത്തയാണ് വരുന്നത്. എന്തായാലും ഈ വാർത്ത അതീവ ഗൗരവതരമായ ഒരു വാർത്തയാണ്. പക്ഷേ ഇത് സിറിയൻ സൈന്യമോ അല്ലെങ്കിൽ വിമത സൈന്യമോ മറ്റേതെങ്കിലും ന്യൂസ് ഏജൻസികളോ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഫ്ലൈറ്റിൻ്റെ, ഈ പറയുന്ന സിറിയൻ എയർ IL-76 എന്ന് പറയുന്ന ഫ്ലൈറ്റിൻ്റെ ഈ കാണുന്ന 3D ഡാറ്റ വച്ച് അനലൈസ് ചെയ്ത് ഇത് വെടിവെച്ചിട്ടിരിക്കുകയാണ് എന്നൊരു നിഗമനത്തിലെത്തുകയാണ് സോഷ്യൽ മീഡിയയിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പല വിദഗ്ധരും. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിൻ്റെ വിമാനം ഇപ്പോൾ ഈ കാണാതാകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ടു മുന്നായി 3750 മീറ്റർ ഉയരത്തിൽ പറക്കുകയായിരുന്നു. ഈ 3750 മീറ്റർ ഉയരത്തിൽ നിന്നും പൊടുന്നനെ സെക്കൻഡുകൾ കൊണ്ട് വിമാനത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 1070ലേക്ക് താഴ്ന്നു. പിന്നീട് റഡാറിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. ഇങ്ങനെ പൊടുന്നനെ സെക്കൻഡുകൾ കൊണ്ട് വിമാനം ഇങ്ങനെ കൂപ്പുകുത്തുന്നത് അത്ര ആശാവഹമല്ല. അത് അസാധാരണമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ വിമാനങ്ങൾ വെടിവെച്ചിടുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ പെട്ടെന്ന് വിമാനത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡിൽ ഇത്രയധികം മാറ്റം വരുന്നത്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. 3750 അടിയിൽ നിന്നും 1070 അടിയിലേക്ക് വിമാനം താഴുന്നു. പിന്നീട് റഡാറിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. ലെബനീസ് എയർസ്പേസിന് മുകളിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് പ്രസിഡന്റിന്റെ വിമാനം വിമതർ വെടിവെച്ചിട്ടു എന്ന് തന്നെയാണ്. എന്തായാലും സ്ഥിരീകരണമില്ല. ന്യൂസ് ഏജൻസികളോ അല്ലെങ്കിൽ സിറിയൻ സർക്കാരോ അല്ലെങ്കിൽ വിമതരുടെ ഇപ്പോഴത്തെ ഭരണ നേതൃത്വമോ ഒന്നും തന്നെ ഇതുവരെയും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, പ്രസിഡന്റ് ഈ രാജ്യം വിട്ടു എന്ന വാർത്ത അത് സ്ഥിരീകരിക്കപ്പെട്ടത് തന്നെയാണ്. ഡമാസ്കസിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ സിറിയൻ എയർ IL-76 എന്ന വിമാനത്തിൽ അദ്ദേഹം രാജ്യം വിട്ടു. ഒരു വെളിപ്പെടുത്താത്ത ഒരു അജ്ഞാത ഡെസ്റ്റിനേഷനിലേക്കാണ് ആ വിമാനം പറന്നുകൊണ്ടിരുന്നത്. പ്രധാനമായും റഷ്യയിലേക്ക് ഇയാൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിമാനം റഷ്യയെ ലക്ഷ്യമാക്കി പറന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി വിദഗ്ധർ വിലയിരുത്തുന്നത്. പക്ഷേ ലെബനീസ് എയർസ്പേസിന് മുന്നിൽ വെച്ച് ഈ വിമാനം അപ്രത്യക്ഷമാകുന്നു. പ്രസിഡന്റിൻ്റെ വിമാനം വെടിവെച്ചിട്ടിരിക്കാം വിമതർ എന്ന ഒരു ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത്. വെബ് ഡെസ്ക്
തത്വമയി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.